COP4A കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽപ്പെട്ട ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. നമ്മുടെ സ്ഥാപനം നിൽക്കുന്ന സ്ഥലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തീരദേശത്തോടടുത്തുള്ള ഒരു ആശുപത്രിയാണെങ്കിൽ വർഷകാലങ്ങളിൽ നമ്മുടെ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടുന്ന രീതികൾക്ക് മാറ്റം വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണെങ്കിൽ നമ്മുടെ സ്ഥാപനം ഇടയ്ക്കെങ്കിലും ഒരു വലിയ അപകടത്തെ ഫേസ് ചെയ്താൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിന് ഒരു മാനദണ്ഡമുള്ള സ്ഥാപനമായിരിക്കണം. നമ്മളുടെ സ്ഥലത്തിനടുത്ത് ഉത്സവങ്ങളും പെരുന്നാളുകളും ഉണ്ട്, സ്ഥിരമായി അവിടെ പ്രശ്നങ്ങളുമുണ്ട് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് മഴക്കാലമാകുമ്പോൾ മുട്ടോളം വെള്ളം പൊങ്ങുന്ന വീടുകളാണുള്ളതെങ്കിൽ, നമുക്ക് കുട്ടനാട്ടിലൊക്കെ ചില ഹോസ്പിറ്റലുകളുണ്ട്, വള്ളത്തിലാണ് പേഷ്യൻസ് എത്തുക. മഴക്കാലമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എമർജൻസികൾ ധാരാളമായി അവിടെ എത്തുന്നത് കാണാറുണ്ട്. അങ്ങനെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ പരിസരങ്ങളിൽ, നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്ന സമൂഹത്തിന് വേണ്ടുന്ന എമർജൻസി സാഹചര്യങ്ങളെ തിരിച്ചറിയാനും അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കാനും പറ്റണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ് COP4A. 4ാമത്തെ സ്റ്റാൻഡേർഡ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഇങ്ങനെയാണ് പറയുന്നത്: ഓർഗനൈസേഷൻ ഐഡന്റിഫൈസ് പൊട്ടൻഷ്യൽ കമ്മ്യൂണിറ്റി എമർജൻസീസ് ആൻഡ് എപ്പിഡമിക് ആൻഡ് അതർ ഡിസാസ്റ്റർ. അതിന് കൃത്യമായി റിട്ടേൺ ഡോക്യുമെന്റഡ് പ്രോട്ടോകോൾസ് ഉണ്ടാവണം. ആ സാഹചര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനം ഉണ്ടാവണം. സ്ഥിരമായി ഭൂമി കുലുക്കം ഉണ്ടാകുന്ന സ്ഥലമാണെങ്കിൽ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണെങ്കിൽ, അല്ല സ്ഥിരമായൊന്നും ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടാകില്ല, പക്ഷെ അങ്ങനെ ഒരെണ്ണം ഉണ്ടായാലോ? അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് നമ്മളുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ, കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതകൾക്ക് ആനുപാതികമായി നമുക്ക് സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയണം എന്നതാണ് COP4A പറയുന്നത്.